യാത്രക്കാരെ ഇന്ന് 4 ഷിൻചാനാ വണ്ടി എടുക്കുന്നത്. ഞാനൊന്നും വാങ്ങൂല. ഈ ചെക്കൻ ഞങ്ങളെ തൊള്ളാൻ പോകുന്നതാ. ഈ ചെക്കനെ കുറിച്ച് ഞാൻ നിക്ക് ഞാൻ ജീ പോകുമ്പോ അല്ലാ എന്റെ കൊന്നേ എന്റെ വയറ്റില് കുത്തിണ്ടാ വരുന്നത്. അല്ലാ പേടിച്ചോ. ആരും പേടിക്കണ്ട, ഞാൻ വന്നിക്കണു. ഞാൻ ഓരോന്നല്ല മതി. ഷിൻചാനെ നിർത്ത്. ഞാനാണ് വണ്ടി ഓടിച്ചാൽ പോകുന്നത്. ആരും പേടിച്ചല്ലേ, ആരും പേടിച്ചരുത്. നമ്മൾ കയറാൻ കൂടെ ബൈക്കളഞ്ഞ് അവരെ ഇജ് എന്നെ വെറുതെ വന്നിക്കിട്ടെ. എന്നോട് ഞാൻ പറഞ്ഞോളൂ യൂണിഫോം ഇടാൻ. ഇജ് ഇപ്പോൾ കോട്ട് സൂറ്റൊക്കെ ഇട്ടിട്ട് വായിച്ച് വന്ന് കയറിക്ക. നമ്മൾ വണ്ടി എടുക്കാൻ പോണി. നമ്മളന്ന് വീഡിയോ ഷിബി വൈറ്റി ഫുട്ബോൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡ്രൈവറാണ്. ഇപ്പം ഞാൻ KSRTCൻ്റെ അവാർഡൊക്കെ കിട്ടി. എന്താടോ ഷിജോനെ, ആരും പഠിച്ച ഞാൻ വണ്ടി അടിക്കാൻ പോകണം. എന്താടാ ഷിജോനെ? അടിമാലിയേക്ക് പോകുന്ന ബസ് ഇതാ റെഡി ആയിരിക്കുന്നു. അല്ല യാത്രക്കാരൊക്കെ ശരിയായില്ലേ? നല്ലവരും പോയി. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ വണ്ടി. ടവറ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി. നമ്മൾ പോവാട്ടോ എല്ലാവരും. ടവറ് വന്ന് കയറണ ആണോ കയറി? എടാ നമുക്കൊരു വിചാരം എന്താ, നമ്മൾക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നുകൂടി കുറച്ചും കൂടി വില കൂട്ടിയാണ്. അപ്പോൾ ഈ കാരണം ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് പോവാ. ബസ്സിൻ്റെ പൈസ കൂട്ടി ഇനി കൂടി പറയണം എല്ലാവരും. KSRTC അടിമാലിയേക്ക് പോകണം. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതുണ്ടോ നമ്മളെ നേരെ പോവാം നമുക്ക്. നമ്മൾ പോത്തിട്ട് ഷിജാനെ സുഖല്ലേ? നിൽക്കുമ്പോൾ 2-3 സ്റ്റോപ്പ് ഉണ്ട്. അവിടെ തന്നെ നിൽക്കുള്ളൂ ഗൈസ്. നമ്മൾ അവിടെ നിന്ന് നിർത്തിയില്ലെങ്കിൽ അടിമലേക്ക് നേരെ നമുക്ക് നേരെ ഇപ്പോൾ കുറച്ച് പെട്രോൾ അടിച്ചാൽ പറ്റി ഗൈസ്. ഓയിൽ വേണേ, പിന്നെ അല്ലാതെ അവിടെ വണ്ടി ചെക്കായി പോയാൽ പിന്നെ പ്രശ്നമല്ലോ. നമുക്ക് ഓയിൽ അടിക്കണം, പെട്രോൾ അടിക്കണം, ഡീസൽ ഡീസൽക്കാരുണ്ട് ഇവിടെ. നമുക്ക് അടിക്കാം. നമ്മളിതാ അടിച്ചുകൊണ്ടു. ഇതാ 2000-ന് അടിച്ചുകൊണ്ടു അല്ലേ? അല്ല ഷിൻചാനെ, നമുക്ക് പോവാല്ലേ? അപ്പം എല്ലാവർക്കും എടാ ഷിൻചാനെ സുഖല്ലേ? നമുക്ക് ഇനി ഫുള്ള് ചുരം കയറുകയാണ്. അതുകൊണ്ട് പെട്രോൾ അടിച്ച് അതൊക്കെ നമ്മളെ വലിയ അന്യമൃഗങ്ങൾക്ക് ഇല്ലാതാണ്. നമുക്ക് ഈ ചുരം കയറി പോവാണ്ട്. അതല്ല നമുക്കില്ലേ അവിടുന്നില്ലേ അവിടെല്ലേ നമുക്കില്ലേ ഈ വീഡിയോ കഴിഞ്ഞിട്ടില്ലേ? വീഡിയോ കഴിഞ്ഞിട്ട് പറയടാ. നമുക്ക് എൻജോയ് ചെയ്യാം അല്ലേ? നോക്കാം. ഓക്കെ നമുക്ക് നോക്കിയോട്ടെ. അടിമാലിക്ക് പോവാടെ. ഫ്രാങ്കിൾ നമുക്ക് പൈസ ഒക്കെ കൂട്ടിയല്ലോ. അല്ല ഈ പെണ്ണുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എടാ ഇതൊന്ന് പൊയ്ക്ക്. ഈ ഫ്രാങ്കിലിനെ അങ്ങനെ തന്നെ പറ്റും. ഈ ഫ്രാങ്കിലിനോട് ഒന്നും പറയണ്ട. എന്തിനാടാ വെറുതെ ഓരോന്നുണ്ടാക്കാൻ പോക്കണ്? ഞാൻ ഡ്രൈവിങ്ങിന് ഫുള്ള് ശ്രദ്ധ. എന്താ നോക്കി കേടിക്കണം. നമുക്ക് എന്തെങ്കിലും തോന്നില്ലേ മുമ്പിൽ വന്നിട്ട്? ഞാനെന്നാ അടിമാലിക്ക് പോയി. നമുക്കൊക്കെ ചൂര ഇറങ്ങാൻ പോവാണ് നമ്മൾ ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് വേഗം ട്രവർ എടാ നമ്മളിവിടെ ഉണ്ടായില്ല. ട്രവർ എവിടെയായിരുന്നു? എടാ നമ്മളിവിടെ ട്രവർ ഉണ്ടായിരുന്നല്ലോ ബാക്കിലെവിടെ? ഒരാൾ കൈ നിർത്തിയോണ്ട് മാത്രമേ നമ്മളിവിടെ നിർത്തി ഗൈസ്. ഇവിടെ നോക്കാല്ലേ ഒരു ട്രവർ അണ്ണ ഉണ്ടായിരുന്നല്ലോ. എവിടെ ട്രവറടാ? എടാ ഷിൻചാനെ ട്രവർ എവിടെ? ബാക്കിൽ പോയി ട്രവർ എന്താണ് അവിടെ? എന്താടാ കുറച്ച് ഇതൊക്കെ വാട്ടറാ സ്ട്രഗിളുണ്ട്. ഞാൻ ഒരു ഇതല്ലേ. എൻ്റെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പൈസ ഒക്കെ എടുത്ത് പറയണം. ഞാൻ എടുത്തുകൂണോ എല്ലാം കഴിഞ്ഞില്ല. ഇനി നമ്മൾ അടിമാലി സ്റ്റാൻഡ് എത്തി ഗൈസ്. ട്രവറേ അടിമാലി സ്റ്റാൻഡ് എത്തി. എന്തെങ്കിലും അറിയോ എനിക്ക്? KSRTC കൊണ്ട് ഇങ്ങോട്ട് എത്താറി വലിയോട്ട് എത്തിയേ. എടാ വേഗം നിൽക്കണി. ഞാൻ തുരുമ്പ് പിടിച്ചുകൊണ്ട് ആകെ വണ്ടി. ഞാനും കൊണ്ടെടുക്കണോണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. നിങ്ങൾ നമുക്ക് ഇതിൽ കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ചേർണം.
എടാ എല്ലാവരും ഇറങ്ങണേ ട്രാവറേ നല്ല ഫ്രണ്ടുണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കലേ അപ്പോൾ ഞാൻ ഇറങ്ങണോ എല്ലാവരും ഇങ്ങോട്ട് ഞാനും ഫ്രണ്ടുള്ളതാണ് ഒരു ടീ എന്താടാ ഒരു ടീ അന്ന ആ സുഖില്ലേ എന്നാലും ചാച്ചി ഇതാ ഒന്ന് മാറിക്കണം ഒരു 2 ചായ ഇപ്പം നല്ല ഞാൻ ചേച്ചി പറഞ്ഞോണ്ട് സോപ്പിട്ട് വഴക്കല്ല നല്ല ചായ ഇട്ടൂലേ ഇറങ്ങണില്ല ആ കോഫി അനക്കൊന്നുമില്ല നമ്മൾ ഡ്രൈവർമാർക്ക് 5 ആളെ പോയിട്ട് ഇങ്ങനെ മുമ്പിലിരിക്കുക ഞങ്ങൾക്ക് കോഫി വാങ്ങി തരും നമുക്കൊരു ഇതൊക്കെ തിന്നിട്ടേ പിന്നെ ഞാൻ തന്നെ ഇത് വണ്ടി കൊണ്ടുവെക്കണം തൂറുമ്പോൾ ആകെ പിടിച്ചു പോകും തലയൊക്കെ പെഞ്ഞിൻ്റെ അടുത്തേക്ക് വർക്ക്ഷോപ്പൊക്കെ കൊണ്ടുപോകണക്ക് ഇത് ചിലപ്പോൾ വണ്ടി നിൽക്കുക അറിയില്ല കേട്ടോ അല്ല ഇവിടുത്തെ ക്ലൈമാക്സ് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ ഫ്രണ്ടിലോ ഇവിടുത്തെ ക്ലൈമാക്സ് പറയാൻ പറ്റൂല ഇവിടെ മഴ കൊണ്ട് പനി പിടിച്ചിട്ടുണ്ടാവും നാളെ ജോലിക്ക് വരാമല്ലോ വേഗം വേണം 2 ആൾ വാടാ ഇങ്ങളെ മഴ പെയ്യുമ്പോഴെ വല്ല വരല് ഷിൻജാനെ വേഗം വായോ ഇവിടെ നിന്ന് ക്ലൈമാക്സ് പറയാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ക്ലൈമാക്സ് പറയാൻ പറ്റൂല അത് ഹലോ ടിക്കറ്റ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കും ടിക്കറ്റ് വാങ്ങാനുള്ള വന്നോളി ഡ്രൈവർ വന്നിട്ടുണ്ട് ആ ഷിൻജാ വേഗം കയറടാ നമുക്ക് പോട്ടെ ഷിൻജാ കയറിയേ നീ ഇവിടെ വാച്ചില്ലല്ലോ സമയം 2 മിനിറ്റ് കൂടി 5 മിനിറ്റ് വണ്ടി എടുക്കാൻ 5 മിനിറ്റ് വണ്ടി എടുക്കാൻ 5 മിനിറ്റ് ആ കയറി ചിഞ്ചാനിച്ചെന്ന് അവിടെ പുറത്തേക്കണേ അത് കയറിയില്ലേ അല്ല വണ്ടി വേറൊരു വണ്ടി വരുന്നുണ്ട് അത് പോയിട്ട് നമുക്ക് ധൃതിയൊന്നുമില്ല നമുക്ക് വല്ല പോവാം നമുക്ക് ധൃതിയൊന്നുമില്ല ഇപ്പോൾ തട്ടീന്ന് നമുക്ക് നേരെ പോവാം നമുക്ക് അവിടെ തന്നെ പോവാ നമുക്ക് ഇനി പോവാമല്ലോ കുഴപ്പമില്ല ട്രാവറെ നോക്കിക്കോട്ടോ ടിക്കറ്റൊക്കെ നല്ല നോക്ക് അവിടെ ഷിൻജാനെ സുഖല്ലേ നമുക്ക് നേരെ ഇതിൽ കൂടെ വിടാം ഇവിടുന്ന് നമുക്ക് നല്ല സുഖമാണ് ഈ വണ്ടി കയറി ഓടിച്ച് പോകുമ്പോൾ വന്യമൃഗങ്ങൾ ഉണ്ടാവുന്ന സ്ഥലമാണ് എന്നാലും എനിക്ക് അവിടെ ട്രാവറേ വണ്ടി ഇവിടുന്ന് അങ്ങനെ പോകണില്ലല്ലോ ട്രാവറേ വണ്ടിനെന്തോ പറ്റിയ പോലെ വണ്ടി ഇവിടുന്ന് പോകണില്ല ട്രാവറേ എന്തോറ്റം ഉണ്ടായിക്കോട്ടെ ട്രാവറേ വണ്ടി ഒന്നും പോകണില്ല എന്താടാ ആ കുറുക്കനെ കണ്ടിട്ട് നിർത്തിയോ അല്ലടാ ഞാൻ ഇപ്പം വണ്ടി പോകണില്ല എന്താടാ ഞാൻ ഇക്കൊക്കെ വേർത്ത് എത്തണം നിങ്ങൾ പറഞ്ഞിട്ട് കുറുക്കനെ ഓട്ടോ നിർത്തിയതോ അല്ലടാ അല്ല മച്ചാലും ഞാൻ നോക്കിയോട്ടെ എന്തോ പറ്റിയിരുന്നു ട്രാവറേ ഇന്നൊന്ന് വാടാ ഞാൻ വരടാ അല്ല ഇതൊന്ന് പുകയൊക്കെ വരുന്നത് ഇവിടുന്ന് കുറച്ച് പോലെ കംപ്ലൈൻ്റ് ആയോ ട്രവറേ കണ്ടു വാടാ ട്രവറേ വാടാ ഞാൻ എന്തുള്ളത് എടാ എന്താ പുക വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നോക്കോട്ടെ എടാ എന്തേലും പറ്റുവാടാ ട്രവറേ എടാ ഒന്നും പേടിച്ചടാ നോക്കണ്ട ചെറിയൊരു മെക്കാനിക്കാ ഞാനും ട്രവറെ വേഗം ഇട്ടോ ഇത് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ യാത്രക്കാരെ പോകും എന്തെങ്കിലും ഒന്ന് കാട്ടു ട്രവർ വേഗം വാടാ ഞാൻ കാട്ടുന്നതാണേ കാട്ടുന്നുണ്ട് പിന്നെ ഇത് റെഡിയാക്കാൻ പോയാൽ പിന്നെ സീനാവേ എടാ യാത്രക്കാരെ ഒരിക്കലും പേടിച്ചാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും ഞാൻ പോവുക ഒരിക്കൊന്നും പേടിച്ചില്ല എന്ത് വേഗം വണ്ടി അടിക്കേ എന്താ വണ്ടിക്ക് പ്രശ്നം ഒന്നുമില്ലടാ ഒന്നുമില്ല എന്താടാ എന്താ വിഷയം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്ന് ഒരു വലിയ ആളായിട്ട് അവിടെ ഇപ്പോൾ വണ്ടി എടുക്കും ചീത്താറില്ലേ എന്താടാ ഒന്നും ചീത്ത പറയരുത് കേട്ടോ ആരൊന്നും ചീത്ത അറിയാമല്ലേ ഇപ്പോൾ വണ്ടി ശരിയാവും എടാ ട്രവർ കഴിഞ്ഞോ അല്ലടാ കുറച്ചും കൂടി ഉണ്ട് തോന്നുന്നുണ്ട് ഇന്നിതൊന്ന് കഴിയാനാ എടാ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഏതാ KSRTC അല്ലേ മുമ്പ് പോയത് അത് നല്ല രസമുണ്ട് ആ വണ്ടി കിടന്നു നമുക്ക് ഇറങ്ങടാ ക്ലീനറേ നമുക്ക് അവിടെ പോയി ചോദിച്ചു നോക്കാം നമുക്ക് ഓനെ തന്നെ പോയി നോക്കാം
അവിടെ നിന്നിട്ട് നമുക്ക് ആ പാസഞ്ചേഴ്സിനെ സ്വന്തമാക്കാം. ഓക്കേടാ? ആടാ ഞാൻ വരാം ബാക്കിൽ. നീ 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 നടക്കൂടെ ബോസ്? ആടാ നീക്ക് വന്നിക്കുന്നു. എടാ ഫ്രണ്ടിൽ നീ കെ എസ് ആർ ടി സിയിലാടാ ജോലി? കെ എസ് ആർ ടി സി എന്തിനാടാ നിൻ്റെ കൊണ്ട്? എടാ എന്താടാ ഞാനിവിടെ വണ്ടി കിടന്നു വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രത്. എടാ ഫ്രണ്ടിൽ ഞാൻ ഈ വിളക്കൊക്കെ കൊണ്ടുപോയി. നിങ്ങൾക്ക് ഈ വണ്ടി പൊട്ട വണ്ടി നേരാക്കാൻ തന്നെ സൗകര്യമുള്ളൂ. നിങ്ങൾക്ക് ഈ പൊട്ട വണ്ടി നേരാക്കാൻ തന്നെ ടവറെ. നിനക്ക് എന്തിനാ? യാത്രക്കാരെ ശ്രദ്ധക്ക്. പ്രൈവറ്റ് ബസ്സിൽ പോകുന്നവർ എൻ്റെ വണ്ടി കയറുക. ഞങ്ങളെ വണ്ടി കയറുക. ആരും പോവല്ലേ കേട്ടോ. ഞങ്ങളെ വണ്ടിയിൽ എനിക്കും വയ്യ. പൈസ കുറേ ആവും. ഞാനുണ്ട് ഈ പൊട്ട വണ്ടിയിലെത്താൻ അന്നെത്താനാ ഞങ്ങട്ട്. എനിക്കും പൈസ ഒന്നുമില്ല. എന്നാൽ ഞാനും ആ വണ്ടിയിൽ കയറാം. എന്തായാലും എനിക്ക് പൊട്ട വണ്ടിയിൽ എന്ന് കയറിയും ആ ഡ്രൈവർ സൈറ്റിനെ കുറച്ച് ഇഷ്ടം വരെയായിരുന്നു. പിന്നെ ഇപ്പോൾ വന്നിട്ട് പോകണ്ടേ. നമുക്ക് പോവാം അങ്ങോട്ട്. ആരും പോവല്ലേ? യാത്രക്കാരും പോവില്ല കേട്ടോ. പ്ലീസ് വണ്ടി ഇപ്പം ശരിയാടാ. യാത്രക്കാരൊന്നും പോവല്ലേ. നീ പോടാ ഫ്രാങ്ക്ലിനെ. നീ എല്ലാ യാത്രക്കാരും ഞങ്ങളെ പ്രൈവറ്റ് ബസ്സിൽ തന്നെ വരുള്ളൂ. ഈ കെ എസ് ആർ ടി സിയിലൊന്നും വരില്ല. എടാ പോവല്ലേ ഒരു യാത്രക്കാരെ. എന്താ യാത്രക്കാരെ പോയി? അതാ പോവല്ലേ. എന്താ ചിഞ്ചാൻ? എനിക്ക് എന്തെങ്കിലും അറിയോ? കഷ്ടമാണ് ഇപ്പോൾ ഈ വല്ല യാത്രക്കാരൻ പോയി ഈ വണ്ടിക്ക് കൊണ്ടാകാൻ വണ്ടി ഞാനത് കൊണ്ടിറക്കും. എപ്പോഴും എന്താടാ ഞങ്ങൾക്ക് ഇല്ലാണ്ട്. ഡ്രൈവർ എന്തേലും ആയോ? എടോ കുറച്ചും കൂടി ഉണ്ടോ? ആടാ ഡ്രൈവർ എന്തേലും ആടാ? ഇല്ലടാ നോക്കടോ. ഇത് വർക്ക്ഷോപ്പിൽ നടക്കണം നോക്കി. അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരും. ഞാൻ ഇവിടെ വലിയതേനെ വിഷമിച്ചാൽ പാസഞ്ചേഴ്സൊക്കെ പോയി. ബെന്നിൻ്റെ വർക്ക്ഷോപ്പിൽ പോവാ. വായോ ഇനി നളഞ്ഞിട്ട് പോവാ. ഉന്തിക്കൊണ്ട് നമുക്ക്. അതാണ് ഷിൻജാന് ഷെയറിങ് പിടിച്ചോളൂ. നമുക്ക് ഇവിടെ ഉന്തി പോകണ്ട. അതാണ് നല്ലത്. ഉണ്ടോ ഇങ്ങനത്തെ വതി വന്നല്ലോ പഠിച്ചോനെ. ഗൈസ് നമുക്ക് ഉന്തി എത്തും അറിയില്ല. ചവിട്ട് ട്രവർ ആഞ്ഞുള്ളടാ ഉന്തടാ. ഞാൻ ഉന്തുന്നുണ്ട് വേവുണ്ട്. നമ്മളങ്ങനെ എത്താറായി. വണ്ടി ഇങ്ങോട്ട് തിരിച്ചാൽ മതി. വണ്ടി ഇവിടെ ഇങ്ങോട്ട് തന്നെ ബെന്നിൻ്റെ വർക്ക്ഷോപ്പ്. നമുക്ക് ഇങ്ങോട്ട് തിരിച്ചാൽ മാത്രം മതി. ബെന്നിൻ്റെ വർക്ക്ഷോപ്പ് ഇങ്ങോട്ടാ ഗൈസ്. ബെന്നിൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ബെന്നിൻ്റെ വർക്ക്ഷോപ്പൊക്കെ എത്തി ഗൈസ്. നമുക്ക് ബെന്നിനെ വിളിച്ചണം. ഇവിടേക്ക് എത്തി. വണ്ടി കൊടുക്കട്ടെ. വണ്ടി ബെന്നി ഓടാ ഫ്രാഗിലില്ലേ? നീ എപ്പോഴാണ് വന്നത്? ഈ പാട്ട വണ്ടി പിന്നെയും വന്നു. എടാ പാട്ട വണ്ടി ഒന്നും പറയില്ലടാ. മെനിജനൊന്നും ഇല്ലാക്കോളൂ. എടാ പാട്ട വണ്ടി കൊണ്ട് വന്നപ്പോൾ ഞാൻ എന്താ പറയുക? എന്നാലും ഞാൻ റെഡിയാക്കാൻ നോക്കാം. എത്ര ഒരു കുറഞ്ഞ പൈസക്ക് റെഡിയാക്കി തരാം കേട്ടോ. ഓക്കെ ഞാൻ പറയാം. ഒന്നും റെഡിയാക്കി കിട്ടോ. ആ ട്രവറിനെ കൊണ്ട് ഞാൻ റെഡിയാക്കാൻ നോക്കി. എന്നാൽ ട്രവറിനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എടാ ചെക്ക് അജിത് പേടിച്ചത് വേണ്ടി നമ്മൾ ശരിയാക്കി തരും. നമ്മൾ 2 മിനിറ്റ് നമ്മൾ നാളേക്ക് ശരിയാക്കി തരും. നിങ്ങൾ കൂടി വിട്ടോളൂ. നമുക്ക് സെറ്റാക്കാം. ആ മറ്റേ നമ്മളെ ഹലോ ബായ്സ്. ആ മറ്റേ ആളില്ലേ ഹനോഫി, ഓനെ കൊണ്ടുപോയി നമ്മളെ പാസഞ്ചേഴ്സിനൊക്കെ. അപ്പോൾ ഒന്ന് വേഗം റെഡിയാക്കടാ. ഓടാ നമുക്ക് ശരിയാക്കാം. കുഴപ്പമില്ലടാ. ഇത് പേടിച്ചത് വേണ്ട. നമുക്ക് ശരിയാക്കാം. നമുക്ക് അടുത്തേക്ക് വരുന്നത്. എടാ എന്താടാ ഡ്രൈവറെ വേഗം വേണോ? എത്ര പൈസക്ക്? ഒരു കുറഞ്ഞ പൈസക്കൊക്കെ ആക്കി തരണം കേട്ടോ. ഞാൻ ടാക്സി എത്തിയിട്ടാണ് വന്നിരിക്കണതാ. ഡ്രൈവർ വീണൂലേ? എടാ ഷിൻജാനെ ഇറങ്ങടാ. വണ്ടിന്ന് ഇറങ്ങിച്ചേ. ഡ്രൈവർ ഇച്ചാൽ ബൈക്കോ? ഞാൻ അത് ഇറങ്ങിയില്ലേ. പിന്നെ പോരും. നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ മതി. നമ്മൾ കുടിയേക്ക് കടന്നു പറഞ്ഞാൽ. വാടാ ഡ്രൈവർ വേഗം വായോ. നമുക്ക് ഇനി ബെന്നി ആടാ
ശരിയായിക്കൂടെ കേട്ടോ. ഇത് കുറെ പാടുപെട്ടിക്കണേ കേട്ടോ. നമ്മള് എത്ര ഒരു 1.5 ലക്ഷം അത് മതി. 1.5 ലക്ഷം എന്നാ മതി. അക്കൗണ്ട് കിട്ടാ എൻ്റെ അടുത്ത് ഒരു 1.5 ലക്ഷം തന്നോ ഷിൻചാനെ. നമുക്ക് നോക്കിയ ഒരാഴ്ച നമുക്ക് വണ്ടി കയറാം. അപ്പോൾ ഇനി അടിമാലിലേക്ക് പോവാം. അടിമാലിക്ക് പോവാ ഗൈസ്. അപ്പോൾ ബെഞ്ഞ അസ്സലാമലൈക്കും. വലൈക്കും സലാം. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. നമുക്ക് ഇവിടെ പോവാ. നമുക്ക് അടിമാലിക്ക് എത്തി ഗൈസ്. ആരുമില്ലാതെ നമ്മൾ ഈ വർഷം എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും കയറും അറിയില്ല. അതാ ഹനാഫ് മറ്റേ ആള്. ഹനാഫ് അവിടെ. എന്താ ഫ്രാങ്ക്ലിന് നീ ഞങ്ങളെ പെർസെൻറ്റേജ് ആടാ ഇപ്പോൾ ഈ വിലക്ക്. എടാ നിനക്കെന്താടാ? നീ കുറച്ച് ചിലച്ചിന്നല്ലടാ. നീ കുറേ ഡോണാവട്ടടാ. എന്താടാ എന്താ വലിയ ആളൊന്നും ആവട്ടെ കേട്ടോ. ഒരു ദിവസം 1 ഡേ. ഓ 1 ഡേ 4. നീ പൊട്ടനാടാ. പൊട്ടൻ. നീ ഒരു പൊട്ടനാ. നിനക്ക് ആ പൊട്ട വണ്ടിക്കൊന്ന് മാറ്റിക്കൂടെ? എൻ്റെ പോലെ പ്രൈവറ്റ് ബസ്സൊക്കെ എടുത്തൂടെ ഹനാഫിൻ്റെ പോലെ? വാടാ കയറ്. എല്ലാവരും കയറ്. എടാ പൊട്ട ഫ്രാങ്ക്ലിനെ ഞാൻ ഇതിലോട്ട് കയറുന്നു. എല്ലാവരും എന്നെ വിളിച്ചാൽ പൊട്ട ഫ്രാങ്ക്ലിനൊന്നല്ല ഞാൻ. എന്താടാ ഇജും ബൈക്കൈ എന്താടാ ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് അധികം വിഷമില്ലേ? നമുക്ക് നേരെ പഠിക്കൂ. ട്രവറ് വന്ന് കയറോ. ഹായ് പൊട്ടന്മാരെ, നീ പോടാ ഫ്രാങ്ക്ലിനെ. നിന്റെ വണ്ടിയൊന്നും ഞങ്ങളത്ര പോരാ. മൈക്കടെ ട്രവറിങ് നമ്മളെന്താ കാട്ടി. നമുക്ക് ഞോരപ്പം പിന്നാലെ പോവുക അടിമാലിക്ക് പോവുക. അത് നല്ലത്. നമ്മൾ ആരും ഇല്ലാതെ നമ്മളിവിടെ എന്താ കാട്ടല്ലേ ഷിൻചാനെ? ഓടാ ഫാമിലി തന്നെ എല്ലാത്തിനും കാരണം. ആനോ അവിടെ ട്രവർ എജ്ജി വന്ന് അവിടെ കടന്നുറങ്ങിയെന്ന് നമ്മളറിയില്ല കേട്ടോ. ജോലിയിൽ നിന്ന് വിരിച്ചുവിടും നമ്മൾ. ഒരാളെങ്കിലും കൂട്ടാതെ ഒരാഴ്ചക്കുള്ളിൽ ഒരാളെയും കൂടി നമ്മൾ തന്നെ അങ്ങോട്ട് തന്നെ അടിമാലിക്ക് തന്നെ പോവുക. അവിടെ നിന്ന് ആരെങ്കിലും കയറും അറിയില്ല. പറയും. നമ്മളിവിടെ എത്തി. അപ്പോൾ അനാഫ് അവിടെ ഉണ്ട്. ഹായ് ഫ്രാങ്ക്ലിനെ, നിന്റെ വണ്ടിയൊന്നും പോരടാ. പോടണം. ട്രവർ ഇറങ്ങടാ. അവിടെ ഫ്രാങ്ക്ലിനെ ഞാൻ ഇറങ്ങടാ. പറഞ്ഞ വെറുതല്ല. ഓല് ഫസ്റ്റ് പോട്ടെ. ഓല് വണ്ടി അങ്ങനെ പറയാം. നമുക്ക് ഓല വണ്ടി നമ്മൾക്ക് ഓലപ്പം പോവാല്ലേ. അപ്പം ഫ്രണ്ടിലൊന്ന് വിട്ടോ ഓലപ്പം പോവാം. നമുക്ക് ഓല വണ്ടി അങ്ങനെ പഞ്ചറായാലോ. ആക്കെ ട്രവൽ നമുക്ക് അവിടെ പോവാം. അങ്ങനെ പോവാം. നമുക്ക് ഓല പിന്നാലെ തന്നെ പോവാം ഗൈസ്. ഇനി കുറച്ച് നേരത്തിന് നിശബ്ദത വേണം. നമ്മളോണ് പൊട്ടോണ്. ഓൽക്കൊക്കെ പപ്പര പോണ്. എന്തൊക്കെ എല്ലാം കൂടി മറിച്ചിട്ടാ പോണ്. എന്താ കാട്ടല്ലേ? ഹനാഫ് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആരും ഇല്ലാണ്ട് അടിമലിക്കെത്തി. അടിമലേന്ന് ഇങ്ങോട്ടെത്തി. ആരുമില്ല. എന്തോട്ട് കാട്ടല്. അതാ ഞാൻ നേരിട്ട് വന്നത് എന്തിനാണ്? ബൈബൻ്റെ കാരണം കൊണ്ടാണ്. ജോലിയിൽ നിന്ന് പിടിച്ചിടണം. ഇവലൊക്കെ ജോലിയിൽ നിന്ന് പിടിച്ചിടണം. ഇതല്ലാതെ നടക്കൂല.
ഹായ് ഫ്രാങ്കളിനെ, ഞാൻ പറയുന്നത് ഈ ഒരാഴ്ചക്കുള്ളിൽ ഇവനെ ഫുള്ളാക്കാം. ഇവ ഈ ബസ്സിൽ ഒരാളെങ്കിലും കയറ്റണം. ഈ ബസ്സിൽ എങ്ങനെയെങ്കിലും ഒന്നും ഉണ്ടാക്കണം. എന്തെങ്കിലും ഒരാളെ കയറ്റണം. ആ വണ്ടിയിൽ എങ്ങനെയെങ്കിലും ഒരാളെ കയറ്റണം. ഒരാളെങ്കിലും കയറ്റാതെ പോയാൽ ഈ ബസ് പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല. അടുത്ത ഞായറിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ സമയമൊന്നുമില്ല. നിങ്ങൾ വേഗം പോയിക്കോളി. ഇനി ഒരാഴ്ചക്കുള്ളിൽ ആൾക്കാരെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ പൊട്ടിത്തകരാറായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ സെറ്റാക്കിയിരിക്കും ആൾക്കാരെ. മാനേജർ, സോറി മാനേജർ, ഇനി അടുത്ത ഒരാഴ്ചക്കുള്ളിൽ സെറ്റാക്കാം എല്ലാവരും. ഓക്കെ മാനേജർ, ഞങ്ങളൊക്കെ സെറ്റാക്കാം. ഫ്രാങ്ക്ലിനൊന്നും എല്ലാവർക്കും സെറ്റാക്കുക ഗൈസ്. ഞാൻ എല്ലാവരും സെറ്റാക്കും. അടിമാലിൻ്റെ ബസ്സാണിത്. എന്നിട്ട് ഇങ്ങനെ ആടാൻ പറ്റില്ലല്ലോ. അടിമാലി വെൽക്കം. ഓക്കെ, നമ്മളെല്ലാവരും ഒരു ആഴ്ചക്കുള്ളിലല്ലേ സെറ്റാക്കാം. എന്താണ് ഇവിടെ പ്രശ്നം? ഡ്രൈവറെ, ഇത് ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ ഒരു ബസ്സിൽ ഒരാളെങ്കിലും ഓടിച്ചാൽ പോയാൽ ബസ് പിന്നെ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ നല്ലക്ക് ഞാൻ പറയാം. ഒരാളെങ്കിലും വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോവാണ്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ കണ്ടില്ലെങ്കിൽ കാണിച്ചു തരാം. ഞാൻ പോവാ. ഹലോ, എടാ മൈക്കളെ, നമ്മളെ ബസ്സിൽ ഒരാളെങ്കിലും കയറുമൊക്കെ അറിയില്ല. ഹനാഫിൻ്റെ ബസ്സിലെ കിടക്കണം. ഹനാഫിൻ്റെ ബസ്സിൽ എത്ര ആൾക്കാരറിയും? നമുക്കറിയില്ല. ബെനിൻ്റെ വർഷാപ്പൊക്കെ പോയിട്ട് ഈ വണ്ടി ആകെ പണിയണം. അല്ലെങ്കിൽ സെറ്റാവില്ല. വലിയ വണ്ടിയാകണം. വലിയതല്ലേ, കുറച്ചൊക്കെ സെറ്റാകണം. ഈ കാണാൻ ലുക്കില്ല പോലെ ആക്കണം. നമുക്ക് പോയേക്കാം. നമുക്ക് ബെനിൻ്റെ വർഷാപ്പ് പോവാം. നല്ലത്. നോക്കി നോക്കാം. നോക്കട്ടെ ഷിൻജാനെ. ആണെങ്കിൽ നമുക്ക് കാട്ട് പോവാ. നമ്മ കണ്ടു പോവാ. അന്ന് കയറ്, എല്ലാവരും കയറി വന്നിട്ട് വേഗം കയറടാ മൈക്കളെ. വേഗം കയറ്. എന്താ മൈക്കളെ, വേഗം കയറടാ. ഇനിയിപ്പോൾ നമുക്കതല്ലാതെ വേറെ വഴിയില്ല. ഹനാഫിൻ്റെ ബസ് മുമ്പ് കിടക്കണ പോലെ ബസ് മാത്രമേ നമുക്ക് കാണുള്ളൂ. എന്താടാ ഫ്രണ്ടിൽ നമുക്ക് വിഷമിക്കണ്ട. നമ്മൾ എവിടെ നിന്ന് കിട്ടാണ്? നമുക്ക് ബെനീൻ്റെ വർഷാപ്പൊക്കെ തന്നെ പോകേണ്ടി വരും. വായടാ പോവാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ അബിസം വൈറ്റി എന്ന ചാനലാണ് നമുക്കിന്ന് ടെലഗ്രാം ചെയ്തിട്ടുള്ളത്. നമ്മളെ ഇൻസ്റ്റത്തെ ഷിബി പ്രോമാക്സും നമ്മൾ ഫോളോ ചെയ്യുക ഗൈസ്. നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വണ്ടി ഒന്ന് പണിയാനെടുക്കണം. പണിയാൻ ഇടാട്ടോ ഗൈസ്. ബെന്നിനെ വിളിച്ചട്ടെ. ബെന്നി എടാ ട്രവറ അറിഞ്ഞോടാ. ബെന്നിനെ വിളിച്ചോട്ടെ പോറ്റി. ബെന്യ ഇതെന്താ റോസ്റ്റ് റൈസൊക്കെ? ആടാ, ഞാനിവിടെ വീട്ടിൽ വരക്കലാണ്. എടാ പൊട്ടാസ് വന്നോളാ. പൊട്ടാസ് വന്നോടാ. ഷിൻജാന പൊട്ടാസ് വന്നോടാ. പൊട്ടാസ് അല്ലാടാ. എന്താടാ ഞങ്ങളെ ആ വണ്ടി ഒന്ന് നല്ല നേരാക്കാൻ കേട്ടോ പ്ലീസ്. ഓക്കെ, ഞാൻ സെറ്റാക്കാം. അത് നല്ലൊരു നല്ല ചെയ്യാം. ഞങ്ങളെ ആരും വണ്ടി കയറുന്നില്ല, അതുകൊണ്ടാണ്. ഫ്രണ്ട്ലിനെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ എന്ത് സില്ലി മാറ്റർ അല്ലേ? സില്ലി മാറ്ററിനൊക്കെ കാട്ടറ്. ഓക്കെടാ, നമുക്ക് പോവാം. ഞാൻ പോയി ഇത് സെറ്റാക്കിയൊക്കെ കിട്ടും നാളെ രാവിലേക്ക്. എടാ എന്താണ് ട്രവർ ഇവിടെ നോക്കണേ? മരത്തുമ്പോൾ എന്താണ് ഓറഞ്ച് നോക്കിക്കാനാ എൻ്റെ അവിടെ. ഇവിടെ വന്നാടാ.
അങ്ങോട്ട് വേണം നമുക്ക് പോവാ. നിക്കൊന്നും ചെയ്യാനാ ഷിഞ്ചാനാടാ ഷിഞ്ചാനേ. നമ്മള് കുടിയേക്കാൻ ഞങ്ങൾ ഇപ്പൊ ഒന്നില്ലേ നമ്മള് എന്താ കാട്ടും. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബെന്നിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയേക്കാം. നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് പോയേക്കാം. നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടോ നമുക്ക് ബസ്സിൻ്റെ അടുത്തൊന്ന് പോയേക്കാം. ബസ് ഇവിടെ അറിയില്ല, ബെന്നിനോട് ചോദിച്ചോട്ടെ. ഏതാ ബസ്? പുതിയ ബസ് ഏതല്ലേ ഷിഞ്ചാനെ ബസ്? നമ്മളത് ഏതാ ബസ്സില്ലേ? ഇത് ഏതാ ബസ്? ഇത് നിൻ്റെ ബസ്സിൽ തന്നെ. ഇത് എൻ്റെ ബസ്സൊന്നും ഇല്ലല്ലോ. എൻ്റെ ബസ്സൊന്നുമില്ല. എൻ്റെ ബസ്സാവാൻ ചാൻസും ഇല്ല. എൻ്റെ ബസ് ഇങ്ങനൊന്നുമില്ല. ഇവിടെ എടാ ഇതന്നെയാണ് നിൻ്റെ ബസ്. ഇതാണ് ബസ് ഗൈസ്. എടാ ഫ്രണ്ടിലെ കൂടിയ എത്ര പൈസ? എത്രയായി? 4 ലക്ഷം. പിന്നെ വലിപ്പം കൂട്ടിക്കൊണ്ടില്ലേ? അപ്പോൾ തരാം. ഞാൻ പോവാ. എടാ കയറാ പോവാ. പൈസ ഞാൻ ഗൂഗിൾ അക്കൗണ്ടിൽ ഇടറാ. ഗൂഗിൾ പേക്ക് ഇടാ. ഗൂഗിൾ പേക്ക് തന്നോടാ പൈസ. പിന്നെ എന്തിനാ ഗൂഗിൾ പേ? വെട്ടി തന്നിക്കണം കേട്ടോ. അപ്പം ഞാൻ പോവാട്ടോ. 4 ലക്ഷം കിട്ടിക്കണു. അപ്പോൾ നമ്മൾ ബസ് പിന്നെയും വന്ന് കിട്ടും. പെപ്പര വെപ്പേ. ഓണക്ക് തെറ്റാലോ. പെപ്പര ഞാൻ മോനെ നമുക്ക് കുടിയിൽ ഒരു ടി വി കൂടി ഇതിന് സെറ്റാക്കണം. നല്ല സീനാണ്. നമുക്ക് ഇവിടുത്തെ കുടിയത്തെ ഒരു ടി വി ഉണ്ട്. അതൊന്ന് ഇട്ട് അവിടെ വെക്കാം. നമ്മളെ ടി വി സെറ്റായിട്ടുണ്ട്. ടി വി ആയി ഒരു പൂവിൻ്റെ ഇതും വെച്ചുകൊണ്ട് അവിടെ. ഇനി മുതൽ ഈ വണ്ടിയിൽ നമ്മൾ നമുക്ക് ഇവിടെ ഇതായിട്ടുണ്ട്. നമുക്ക് ഹായ് മച്ചന്മാരെ, ഞാൻ ഫ്രാങ്ക്ലിനെ 2-3 ദിവസമായിട്ട് കാണാനില്ല. നമുക്ക് അവനെ ഇനി നിങ്ങൾക്ക് കിട്ടുകയില്ല. പൊട്ടലെങ്കിൽ കാണാനില്ല. ഇനി അവൻ്റെ ബസ് ഞങ്ങൾ ഒരിക്കലും പോവില്ല. നല്ലതാ. ഞാനും എൻ്റെ ബസ്സിലുണ്ടായിരുന്നു. പൈസ ലൈറ്റുകളൊന്നുമാണ്. ഞാനും വലിയ ആളായിട്ടൊന്നും ഇല്ലേ. ഞാനും പൈസ ലൈറ്റാണ് ഞാൻ. KSRTCയുടെ പുതിയ വരവ് നോക്കടാ. ഇതാ വരുന്നടാ ഫ്രാങ്ക്ലിൻ. നിന്റെ വലിയ വിളിച്ച ഫ്രാങ്ക്ലിൻ ഹനാഫെ ഇതാടാ ഞാൻ വരുന്നു. എടാ ഹനാഫെ ഞാനിതാ വന്നടാ. നിന്റെ ഫ്രാങ്ക്ലിൻ എടാ ബാങ്കേഴ്സ് സോൾജേഴ്സ് റെഡിയാണോ അങ്ങോട്ട് വരാൻ? ഓക്കെ ഞങ്ങൾ റെഡിയാണ്. KSRTCക്ക് വരാൻ റെഡിയാണോ? ഓക്കെ. എടാ ഫ്രാങ്ക്ലിൻ ഞാനോ എടാ എല്ലാവരും പോവരുത്. ആരും പോവരുത്. ഞങ്ങളൊക്കെ പോവും. ഇതെന്താ ഹനാഫെ ഇതാ പറഞ്ഞില്ലടാ നിനക്ക് ഇല്ലതൊക്കെ ഞങ്ങൾ തരൂടാ. ഹനാഫെ നീ ഒരിക്കലും തന്നാവൂലടാ. ഞങ്ങളൊക്കെയാണ് സോൾജേഴ്സ്. നിങ്ങൾ പഴയ വണ്ടിക്ക് കയറാൻ റെഡിയാണോ? എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയാണ്. എല്ലാവരും റെഡിയാണ്. എന്നാ വേണ്ടി കയറി എല്ലാവരും കയറി പോതാ. എടാ ഹനാഫെ അത്യാഗ്രഹം ആപത്താടാ. എന്നോട് ഞങ്ങളൊരു പ്രതികാരം വീട്ടി. ഇനി ഞങ്ങളപ്പോൾ ആർക്കും കിട്ടൂലടാ ഹനാഫെ. നമുക്ക് പോവാം ഇപ്രാവശ്യം. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.